കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞുകൊണ്ടതിന് സുധീഷും നിധിയും കൂടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീടിന് മുന്നിൽ വണ്ടി നിർത്തിയപ്പോൾ നിധി സുധീഷിനോട് പറയുന്നുണ്ട്, ശരി സുധീഷേ, എന്നാ ഞാൻ ഇറങ്ങുവാണെന്ന് പറയും. സുധീഷ് ഓട്ടമുണ്ടെങ്കിൽ പൊയ്ക്കോ എന്നൊക്കെ പറയും. ഇത് കേട്ട് സുധീഷ് ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി കൊടുത്തു, അതൊന്നും സാരമില്ല നിധി, എനിക്കിനിയിപ്പോൾ വേറെ ഓട്ടമൊന്നുമില്ല. നേരത്തെ തന്നെ ഒരു ഓട്ടം വന്നതാ, പക്ഷേ നിന്നെ വീട്ടിലാക്കണ്ടേ എന്ന് കരുതിയിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അന്നേരം നിധി പേഴ്സിൽ നിന്നും കുറച്ച് പൈസ എടുത്തിട്ട് സുധീഷിന് നേരെ നീട്ടി. സുധീഷ് ആകങ്ങനെ ഞെട്ടിപ്പോവാണ്. എന്താ നിധി എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല വണ്ടിക്കൂലി വേണ്ടേ സുധീഷിന് എന്ന്. പിന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എത്ര രൂപയായി കാണും? ഡീസലിനൊക്കെ നല്ല പൈസയായില്ലേ? പൈസ കൊടുത്താലല്ലേ ഡീസൽ കിട്ടത്തുള്ളൂ എന്നൊക്കെ ചോദിക്കും. എനിക്ക് വേണ്ടിയിട്ട് നീ ഇത്രയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയത് വന്നതല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്തിന് വേറെ ടാക്സിയുമായിട്ടായിരിക്കും വിളിച്ചു പോകുന്നത്. ടാക്സിക്കാരന് പൈസ കൊടുക്കേണ്ടതില്ലേ? അതുപോലെ തന്നെ സുധീഷിനും തരണമെന്ന് പറയും. നിധി ഇത് പറഞ്ഞപ്പോൾ സുധീഷിൻ്റെ മനസ്സിൽ ആകെ ടെൻഷനായിരുന്നു. ഇവളിപ്പോഴും തന്നെ വെറും ഒരു ഡ്രൈവറായിട്ട് മാത്രമാണോ കാണുന്നത് എന്ന ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വന്നു. നിധി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, എന്താ സുധീഷ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? അന്നേരം സുധീഷ് പറയുന്നുണ്ട്, ഒന്നുമില്ല, എനിക്ക് പൈസയൊന്നും വേണ്ട നിധി, ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ നിധി വിട്ടുകൊടുത്തില്ല. അല്ല, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്നെ കൊണ്ടുപോയി വന്നതല്ലേ, വെറുതെ ആർക്കും ചെയ്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സുധീഷ് പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേ ഇത് നിധിക്ക് വേണ്ടിയിട്ടില്ലേ, അതുകൊണ്ട് എനിക്ക് പൈസയൊന്നും വേണ്ട എന്ന് പറയും. അന്നേരം നിധി ചോദിക്കുന്നുണ്ട്, അല്ല സുധീഷിന് ഇനി ഓട്ടമൊന്നുമില്ലേ എന്ന്. അവൻ പറയുന്നുണ്ട്, ഒരു ഓട്ടം വന്നിരുന്നു, അത് പോയി, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വന്നാൽ ഞാൻ പോയിക്കോളാം, നീ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, പോയിക്കോളാൻ പറയും. പിന്നീട് നിധി അകത്തേക്ക് കയറി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, നികേഷ് തൻ്റെ അമ്മയുടെ ഫോട്ടോയും എടുത്തിട്ട് അതിലേക്ക് തന്നെ നോക്കിയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതായിരിക്കും. അത് കണ്ടപ്പോൾ നിധിക്കും വല്ലാത്ത സങ്കടം തോന്നി. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ആശ്വസിപ്പിച്ചു, എന്താടാ ഇത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്നോട് ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഇപ്പോഴും നീ ഈ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? പക്ഷേ നികേഷ് അതിന് മറുപടിയൊന്നും തന്നെ പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് ഹരീഷും സുധീഷും ഒക്കെ വീട്ടിലേക്ക് വന്നു. പക്ഷേ അവിടെ സുനന്ദയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമായതുകൊണ്ട് തന്നെ നല്ല പാട്ടും വേളവും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ഭയങ്കര ഒച്ചപ്പാടിലായിരിക്കും. വലിയ ശബ്ദത്തിലാണ് അവർ ആ പാട്ടൊക്കെ വെച്ചിരിക്കുന്നത്. അത് ഹരീഷിന് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ പറഞ്ഞു, ഇവർക്ക് കല്യാണം നടത്തണമെങ്കിൽ നടത്തിയാൽ പോരെ, എന്തിനാ ഇത്രയും സൗണ്ടിലൊക്കെ പാട്ടൊക്കെ വെക്കുന്നത്? മനഃപൂർവ്വം നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നതാണിത് എന്നൊക്കെ പറയും. അന്നേരം നിധി പറയുന്നുണ്ട്, പോട്ടടാ, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അവരുടെ മോളുടെ കല്യാണമല്ലേ. അപ്പോഴാണ് നികേഷ് പറയുന്നത്, പാവം സുഭാഷേട്ടൻ എന്തായാലും നല്ല വിഷമമുണ്ടാവും. നിധിയും അത് ശരിവെച്ചു. അത് പിന്നെ വിഷമിക്കാതിരിക്കോ? സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ കല്യാണമാണെന്ന് പറയുമ്പോൾ ആർക്കത് സഹിക്കാൻ പറ്റാത്തത്? അത് സഹിക്കാവുന്നതിലും അപ്പുറമല്ലേ? അല്ല, ഇതുവരെയായിട്ട് സുഭാഷേട്ടൻ വന്നില്ലല്ലോ. ഹരീഷ് ഉടനെ തന്നെ സുഭാഷേട്ടനെ ഫോണിൽ വിളിച്ചു. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, ഞാനിതാ ഇവിടെ എത്തി, ഇപ്പം തന്നെ വരാമെന്ന് പറയും. അങ്ങനെ സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷേട്ടാ ഇത്രമാത്രം വൈകിയത്? അന്നേരം സുഭാഷേട്ടൻ പറയുന്നുണ്ട്, എടാ അത് പിന്നെ കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ടായിരുന്നു, എല്ലാവരും കൂടി കൈ കഴുകി വാ, ഞാൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയും. സുധീഷ് അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്, എന്ത് ബിരിയാണിയോ? അതെന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്തിന് സുഭാഷ് പറയുന്നുണ്ട്, എനിക്ക് രാത്രിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും പറ്റില്ലായിരുന്നു, നല്ല ക്ഷീണവും തലവേദനയൊക്കെ ഉണ്ട്, അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടന്നാൽ മതിയെന്ന് കരുതി. അങ്ങനെ ഒടുവിൽ പാത്രങ്ങളൊക്കെ സുധീഷ് തന്നെ എടുത്തുകൊണ്ട് പോയി വെക്കുന്നുണ്ട്. സുഭാഷ് ആഹാരം വിളമ്പാണ്. സുഭാഷിനാണെങ്കിൽ ഒന്നും തന്നെ ഒരു മൂഡില്ലായിരുന്നു. കാരണം അപ്പുറത്ത് നല്ല പാട്ടും ഒച്ചയും എല്ലാം തന്നെ കേൾക്കുന്നുണ്ട്, അതും സുനന്ദയുടെ കല്യാണത്തിൻ്റെ. ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ സുഭാഷിന് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ മുന്നിൽ അതൊന്നും അറിയിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിധിക്കും ഹരീഷിനും സുധീഷിനൊക്കെ ആ ഒരു കാര്യം മനസ്സിലാവുകയും ചെയ്തു. ആഹാരം കഴിക്കാൻ എടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ് സുഭാഷ് എടുക്കുന്നത്. കഴിക്കാൻ 2 വാ പോലുമില്ല. കഴിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം അങ്ങ് എടുക്കുകയാണ്. അന്നേരം നിധി ചോദിക്കുന്നുണ്ട്, ഇതെന്താ സുഭാഷേട്ട ഇത്ര കുറച്ച് മാത്രം കഴിക്കുന്നത് എന്ന്. അന്നേരം സുഭാഷേട്ടൻ പറഞ്ഞിട്ട്, എനിക്കിത് മതി മോളെ. നിധി വിട്ടുകൊടുത്തില്ല. അതെങ്ങനെ ശരിയാവും? അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് നല്ല തലവേദനയുണ്ട്, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ തോന്നാത്തതാണെന്ന് പറയും. പിന്നീട് സുഭാഷ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവാണ്. ഞാനൊന്ന് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നു. നിധി പറയുന്നുണ്ട്, കണ്ടില്ലേ, സുഭാഷ് ഏട്ടന് നല്ല വിഷമമുണ്ട്, പാവം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, പക്ഷേ എത്ര പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടായത്. ഹരീഷ് പറയുന്നത്, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളില്ലേ ആ സുനന്ദ, അവൾ കാരണമാണ് ഇത്ര അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അന്ന് ക്ഷേത്രത്തിൽ അവളോട് വരാൻ പറഞ്ഞതല്ലേ, അവളൊന്ന് വരുന്നായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നൊക്കെ ഉണ്ടാവുമായിരുന്നോ? പാവ സുഭാഷേട്ടൻ എത്ര സമയമെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്.
അങ്ങനെയായിരുന്നെങ്കിൽ അന്ന് ആ കല്യാണം അങ്ങ് നടന്നു പോയേനേന്ന് പറയും. നിധി പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു പക്ഷേ സുനന്ദയുടെ അവിടുത്തെ അവസ്ഥ അതായിരിക്കാം. ഹരീഷ് അങ്ങ് ദേഷ്യപ്പെടുന്നത്. എന്തവസ്ഥ? ഒരവസ്ഥയില്ല, അവൾക്ക് വരാൻ പറ്റില്ല, അത്ര തന്നെ. പക്ഷേ നിധി പറഞ്ഞതായിരുന്നു ശരി. സുനന്ദ കരഞ്ഞ് മുറിക്കകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലളിത അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു, എടി നീ ഇവിടെ എന്തുവാടി ചെയ്യുന്നത്? ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്, നാളെ നിന്റെ കല്യാണമാണ്, ആ കാര്യം നിനക്കറിയാലോ. നീ ഇവിടെ ചത്തിരിക്കാതെ വന്ന് ഇറങ്ങി വരാൻ നോക്ക്. സുനന്ദ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ലമ്മേ. ലളിത കൂടുതലൊന്നും നിർബന്ധിക്കാൻ പോയില്ല. കുറച്ച് ഭക്ഷണം അവിടെ വെച്ച് കൊടുത്തു. ഇവിടെ വന്നിരുന്ന് കഴിക്ക്. പക്ഷേ അവൾ കഴിച്ചില്ല. എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും. ലളിത പറയുന്നുണ്ട്, വേണ്ടെങ്കിൽ വേണ്ട, നാളെ രാവിലെ 5 മണിയാകുമ്പോഴേക്കും നിന്നെ ഒരുക്കാനുള്ള ആൾ വരും. മര്യാദക്ക് ഒരുങ്ങി ഇവിടെ ഇരുന്നോളണം. നീ കരുണ കാണിച്ചാൽ നീ പറയുന്നതൊക്കെ ഞങ്ങളങ്ങ് അനുസരിക്കുമെന്ന് നീ വിചാരിച്ചോ? ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയും. ലളിത പോയി കഴിഞ്ഞപ്പോൾ സുനന്ദക്ക് ആകെ വിഷമാവാണ്. സുഭാഷേട്ടൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നു. പാവം സുഭാഷേട്ടൻ, അന്ന് താൻ അമ്പലത്തിലേക്ക് ചെന്നിരുന്നുവെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള വിവാഹം അങ്ങ് നടന്നേനെ. ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്നൊരു അവസ്ഥയിലായി പോയി. എന്ത് ചെയ്യണം? ഇന്നൊരു രാത്രി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ കല്യാണമാണ്. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ മതിയാവൂ. ഒടുവിൽ സുനന്ദ ചില തീരുമാനങ്ങൾ അങ്ങ് എടുക്കുകയാണ്. ആ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരിക്കും സുനന്ദ. സുഭാഷ് പോയി കിടക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ നിധിക്കും വല്ലാത്ത ഭയം തോന്നി. നിധി നികേഷിനെയും ഹരീഷിനെയും സുധീഷിനെയൊക്കെ വിളിച്ചു. അവർ വന്നപ്പോൾ നിധി ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു. സുഭാഷിയുടെ നമ്മുടെയൊക്കെ മുന്നിൽ അഭിനയിക്കുകയാണ്. പുള്ളിക്ക് നല്ല വിഷമമുണ്ട്, അത് പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഹരീഷ് പറയുന്നുണ്ട്, അതെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏട്ടത്തി? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കില്ലായിരുന്നോ? സ്വന്തം ചോര തന്നെ ഈ ഒരു പണി തരുന്ന അവസ്ഥയായി പോയി. നിധി പറയുന്നത്, പോട്ടെ, ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. സുഭാഷേട്ടനെ കിട്ടാൻ അവൾക്ക് ഭാഗ്യമില്ല എന്ന് കരുതിയാൽ മതി. ആ സമയം സുഭാഷ് മുറിയിൽ കിടന്ന് പഴയ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് കിടക്കുമായിരിക്കും. സുനന്ദ വീട്ടിലേക്ക് വരുമ്പോൾ അടുക്കളയിൽ വെച്ച് തന്നോട് കാണിക്കുന്ന ആ ഒരു സ്നേഹമൊക്കെ അദ്ദേഹം ഓർത്തെടുത്തു. തൻ്റെ മനസ്സിൽ അവളോട് വലിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. അവളുടെ കല്യാണമാണെന്നറിഞ്ഞപ്പോൾ പുള്ളിക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അവൾ തൻ്റെ അടുത്ത് വന്ന് താൻ വെച്ചുണ്ടാക്കുന്ന ആഹാരമെല്ലാം രുചിയോടെ കഴിക്കുന്നതും വർത്തമാനം പറയുന്നതൊക്കെ ഓർത്തുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ നിറ കണ്ണുകളോട് അവിടെ കിടക്കാണ്. ഉറങ്ങാൻ പോയതാണെങ്കിലും നല്ല തലവേദനയും നല്ല ടെൻഷനും കാരണം ഒരു പോള കണ്ണടക്കാൻ പോലും സുഭാഷേട്ടന് പറ്റുന്നില്ല. കണ്ണടച്ചാൽ സുനന്ദയുടെ മുഖം മാത്രമായിരിക്കും മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് നിധി പറയുന്നത്, ഇന്നൊരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് പോയി കിടക്കാം, ഞാൻ കഥ കടച്ചിട്ട് വരാമെന്നൊക്കെ പറയും. അങ്ങനെ അവൾ നേരെ അടുക്കളുടെ ആ ഒരു കഥ കിടക്കാൻ വേണ്ടിയിട്ട് അടുക്കളുടെ അവിടേക്ക് പോയപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. അവിടെ ആരോ നിൽക്കുന്നു. ഒരു നിമിഷം നിധി അങ്ങ് പേടിച്ചു പോയി. ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വെട്ടത്തേക്കങ്ങ് മാറി നിൽക്കുന്നത് സുനന്ദയായിരുന്നു. സുനന്ദയെ കണ്ടപ്പോൾ നിധിക്കൊരു ഞെട്ടൽ. നീയോ? നീ എന്താ സുനന്ദേ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അന്നേരം സുനന്ദ നിധിയെ ഓടി വന്നിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലായിരിക്കും സുനന്ദ. എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാനിങ്ങോട്ടേക്ക് പോന്നു. എനിക്ക് സുഭാഷേട്ടനെ ഒന്ന് കാണണം, എനിക്കൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്കാകെ ഭ്രാന്ത് പിടിക്കും. ചേച്ചി എന്നൊന്ന് സഹായിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് സുനന്ദ. ഒടുവിൽ നിധി സുനന്ദയും കൂട്ടിയിട്ട് നേരെ ഹാളിലേക്ക് വന്നു. സുഭാഷ് ഒഴികെ ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. സുനന്ദയെ കണ്ടപ്പോൾ ഹരീഷ് ദേഷ്യത്തോട് ചോദിച്ചു, എന്ത്, നീയോ? നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ ചേട്ടനെ മാനസികമായി തകർത്തിട്ട് ഇപ്പം നീ ഇങ്ങോട്ടേക്ക് വരാൻ നിനക്ക് എന്താടി നാണമില്ലേ? കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വന്ന് കല്യാണം നടത്താൻ നിന്ന സുഭാഷ് ചേട്ടനെ നീ ചതിച്ചില്ലേ? സുധീഷും നികേഷും അങ്ങ് ദേഷ്യപ്പെട്ടു. നിധി അവരെ തടഞ്ഞു പറയുന്നുണ്ട്, മിണ്ടാതിരിക്ക്. നാളെ കല്യാണമായിട്ട് ഇവളിങ്ങോട്ടേക്ക് ഇറങ്ങി വരണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം കാണും. അവളെ കൂടുതൽ നിങ്ങളാരും വിഷമിപ്പിക്കരുത്. സുനന്ദ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് നാളെ കല്യാണം വേണ്ട. വീട്ടുകാർ ഉറപ്പിച്ച ആ ഒരു കല്യാണത്തിന് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. എനിക്ക് സുഭാഷേട്ടനെ മതി, സുഭാഷേട്ടൻ മാത്രം മതി എന്ന് പറയും. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നത്, ഇത് നിന്റെ അടുത്ത നാടകമായിരിക്കുമല്ലേ എന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് സുഭാഷേട്ടൻ വീണ്ടും പണി കൊടുക്കാൻ നോക്കുവാണോ എന്ന് ചോദിക്കും. സുനന്ദ പറയുന്നത്, അയ്യോ ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. എനിക്കിവിടെ നിന്നും എങ്ങോട്ടേക്കും പോവണ്ട. സുനന്ദയുടെ ബഹളം കേട്ടുകൊണ്ട് തന്നെ ഭാസ്കരൻ അങ്ങോട്ടേക്ക് വന്നു. ഇവളെന്താ ഇവിടെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങ് ദേഷ്യപ്പെട്ടു. സത്യം പറയടി, നീ ആര് പറഞ്ഞിട്ടാടി ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ പിന്നിൽ വല്ല പോലീസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ലോക്കപ്പിലിടാൻ വേണ്ടിയിട്ടാണ് നീ വന്നത് എന്നൊക്കെ ചോദിച്ചു ഭാസ്കരൻ അങ്ങ് ദേഷ്യപ്പെടും. സുനന്ദ പറയുന്നത്, അങ്ങനെയൊന്നുമില്ല അങ്കളെ, എനിക്ക് സുഭാഷേട്ടനെ ഒത്തിരിയധികം ഇഷ്ടമാണ്. സുഭാഷേട്ടനെ വിട്ട് മറ്റൊരു കല്യാണത്തിന് എനിക്കൊട്ടും തന്നെ താല്പര്യമില്ല. വീട്ടുകാർ ഉറപ്പിച്ച കല്യാണം എനിക്ക് ഇഷ്ടമല്ല. നിധി അവളെ ആശ്വസിപ്പിച്ച് സമാധാനപ്പെടും. സുനന്ദേ, കരയേണ്ട, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സുനന്ദയുടെ കരച്ചിലും ഭാസ്കരൻ്റെ ദേഷ്യവും കൊണ്ട് തന്നെ ആ വീടാകെ കലുഷിതമായി നിൽക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ സുഭാഷ് മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന സുനന്ദയെ കണ്ടപ്പോൾ സുഭാഷ് തരിച്ചുപോയി.
മറ്റുള്ളവർ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ സുഭാഷ് കൈ ഉയർത്തി അവളെ തടഞ്ഞു. മതി, ഇനി ആരും ഒന്നും പറയണ്ട. സുഭാഷ് ഏട്ടൻ്റെ ശബ്ദത്തിൽ വലിയൊരു നിശബ്ദത ഉണ്ടായിരുന്നു. അദ്ദേഹം സുനന്ദയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ സുനന്ദേ നീ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്? നാളെ നിന്റെ കല്യാണമല്ലേ? സുനന്ദ സുഭാഷ് ഏട്ടൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ വിതുമ്പി. സുഭാഷ് ഏട്ടാ, അന്ന് ആ അമ്പലത്തിൽ വരാൻ പറ്റാതിരുന്നത് ഞാൻ മനഃപൂർവ്വമായിരുന്നില്ല. എന്നെ അവർ മുറിക്കുള്ളിൽ പൂട്ടിയതായിരുന്നു. ചത്ത് കളയുമെന്ന് വിചാരിച്ചതാ ഞാൻ. പക്ഷേ ഏട്ടനെ കാണാതെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. എൻ്റെ കഴുത്തിൽ മറ്റാരും താലി കെട്ടണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. സുഭാഷ് ഏട്ടനെ മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു പുരുഷൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടുള്ളൂ. എൻ്റെ മനസ്സിലൊരു പുരുഷനുണ്ടെങ്കിൽ അത് സുഭാഷ് ഏട്ടൻ മാത്രമായിരിക്കും. സുനന്ദയുടെ വാക്ക് കേട്ടപ്പോൾ ഭാസ്കരൻ്റെ ദേഷ്യം പതുക്കെ അങ്ങ് തണുത്തു. എങ്കിലും അദ്ദേഹം ആശങ്കയോട് ചോദിച്ചു, എടാ സുഭാഷേ, നേരം വിളിക്കുമ്പോൾ അവളുടെ വീട്ടുകാരിങ്ങോട്ടേക്ക് പാഞ്ഞെത്തും. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? സുഭാഷ് വീണ്ടും ആലോചനയിലാണ്ടു. കുറച്ചു നേരം അവിടെ വല്ലാത്തൊരു മൗനം പടർന്നു. ഒടുവിൽ സുഭാഷ് നിധിയെയും ഹരീഷിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവളെ ഇനി തിരിച്ചുവിടുന്നത് ഇവളുടെ മരണത്തിലേക്കായിരിക്കും. ഇനി എന്ത് വന്നാലും ശരി, ഇവളെ ഇവിടെ നിന്നും വിട്ടുകൊടുക്കില്ല. സുധീഷ് ഉടനെ തന്നെ പറയുന്നത്, എങ്കിൽ പിന്നെ വൈകിപ്പിക്കേണ്ട. നേരെ വിളിക്കുന്നതിന് മുൻപേ തന്നെ ഇവളെ ഇവിടെ നിന്നും മാറ്റണം. സുനന്ദയുടെ വീട്ടുകാർ ആദ്യം വരുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും എന്നൊക്കെ പറയും. അന്നേരം നിധി പെട്ടെന്ന് ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. സുധീഷേ, നിന്റെ കാറെടുക്ക്, നമുക്കിപ്പോൾ തന്നെ ഇവരുടെ ഈ അമ്മാവൻ്റെ വീട്ടിലേക്ക് മാറ്റാം. അവിടെയാണെങ്കിൽ ആരും അന്വേഷിച്ചു വരില്ല. നാളെ രാവിലെ തന്നെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ചിട്ട് നമുക്ക് ഇവരുടെ കല്യാണം നടത്താമെന്ന് പറയും. അങ്ങനെ എല്ലാവരും ആ ഒരു തീരുമാനത്തോട് യോജിക്കുകയായിരുന്നു. സുനന്ദയുടെ കണ്ണുകളിൽ നിന്നും ഒരു പ്രതീക്ഷയുടെ തിളക്കം വന്നു. സുഭാഷ് തൻ്റെ ചെറിയ ബാഗും എടുത്തുകൊണ്ട് തന്നെ ഹരീഷും നികേഷും എല്ലാവരും വീട്ടുകാവിൽ നിൽക്കാമെന്നും പറയാണ്. സുധീഷിൻ്റെ കാറിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി കുറച്ച് ദൂരെയാണ് അവർ നിർത്തിയിരുന്നത്. അങ്ങനെ അവർ അവിടെ നിന്നും സുനന്ദയെ കൊണ്ടുപോയി. പിറ്റേന്ന് പുലർച്ചെ സുനന്ദയുടെ വീട്ടിൽ നിന്നും ആളുകളൊക്കെ അവളെ തിരിഞ്ഞ് ബഹളം കൂട്ടുമ്പോൾ ദൂരെയുള്ള ഒരു കൊച്ചു ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ താലിയിട്ടി. നിധിയും സുധീഷും സാക്ഷികായി തന്നെ കൂടെ ഉണ്ടായിരുന്നു. ഫോണിലൂടെ ഈ വിവരമെല്ലാം തന്നെ അറിഞ്ഞപ്പോൾ ഭാസ്കരൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാം നന്നായി നടന്നു. സുഭാഷേട്ടൻ സന്തോഷമായിട്ടിരിക്കട്ടെ. നികേഷ് അമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് പതുക്കെ പറയുന്നുണ്ട്. സുഭാഷേട്ടനും സുനന്ദേച്ചിക്കും പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ ആ ഒരു പഴയ വീടിൻ്റെ ഉമ്മറത്ത് സന്തോഷത്തിൻ്റെ ഒളിമങ്ങാത്ത ചിരി വിരിഞ്ഞു. എന്നാൽ സുഭാഷേട്ടനും സുനന്ദയും തമ്മിലുള്ള ആ ഒരു കല്യാണത്തിൻ്റെ വിവരം അറിഞ്ഞതോടുകൂടി തന്നെ സുനന്ദയുടെ അച്ഛനും അമ്മയും കട്ടക്കലിപ്പിൽ അങ്ങോട്ടേക്ക് വരുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.